റാസി വിഷൻസ്, ദി ഗൈഡ് ഓഫ് മദ്രസ സ്റ്റുഡൻസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സമസ്ത പൊതുപരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് ചോദ്യങ്ങൾ വരുന്ന രീതികൾ മനസ്സിലാക്കാനും അവക്ക് കൃത്യമായി ഉത്തരം എങ്ങനെ എഴുതണം എന്നൊക്കെ അറിയാൻ വേണ്ടി മോഡൽ ചോദ്യപേപ്പറുകൾ പരിശീലിക്കുന്നത് വളരെ സഹായകരമാണ്. ഇത്തരത്തിലുള്ള ധാരാളം വീഡിയോകൾ നമ്മുടെ ചാനലിലുണ്ട്. എല്ലാ വീഡിയോകളും നിങ്ങളുടെ പരീക്ഷയ്ക്ക് സഹായകരമാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ചോദ്യപേപ്പർ വിശകലനങ്ങളും റിവിഷൻ വീഡിയോകളും അടങ്ങിയ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെക്കുന്നുണ്ട്. നിങ്ങൾക്കത് പഠനത്തിന് ഉപയോഗപ്പെടുത്താം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യണേ. നല്ല നല്ല കമൻറ്റുകൾ അറിയിക്കാനും മടിക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഈ വീഡിയോയിൽ 10ാം ക്ലാസ്സിലെ ദുറൂസുൽ ഇഹ്സാൻ എന്ന വിഷയത്തിലെ ചോദ്യോത്തരങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത്. ഒന്നാമത്തെ ആക്ടിവിറ്റി കമ്മലിൽ ഫറാഗ ബിമാ യുനാസിബു, അനുയോജ്യമായത് കൊണ്ട് വിട്ട ഭാഗം പൂരിപ്പിക്കുക. നമുക്ക് ബ്രാക്കറ്റിൽ കാണാം, കാഫിറുൻ മാ തശാഉ അൽ മുത്തഖി അരിള സുലാലത്തിൻ വുജൂഹിഹിം അത്തസ്ലീമു ജവ്വസഹ അഖദാമിഹിം അൽ ഖലാഉ. ഈ ബ്രാക്കറ്റിലുള്ളവ താഴെയുള്ള ഓരോന്നിൻ്റെയും ഉത്തരങ്ങളാണ്. അവ ഓരോന്നിനോടും അനുയോജ്യമായത് ചേർത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. 1. സുമ്മ ജഅല നസ്ലഹു ഡാഷ് മിമ്മ ഇമ്മഹീൻ. ആൻസർ മിൻ സുലാലത്തിൻ. പിന്നെ അവൻ്റെ സന്തതികളെ നിസാരമായ ഒരു ദ്രവത്തിൻ്റെ സത്തയിൽ നിന്നും ആക്കി. 2. ഫമനിദ്ദഅൻ നുബുവത ഔ ഡാഷ് ലഅഹദിൻ ബഅദഹു ഫഹുവ ഡാഷ് ലാ റൈബ ഫീഹി. ആൻസർ ഫമനിദ്ദഅൻ നുബുവത ഔ ജവ്വസഹ ലിഅഹദിൻ ബഅദഹു ഫഹുവ കാഫിറുൻ ലാ റൈബ ഫീഹി. അപ്പോൾ ഒരുത്തൻ പ്രവാചകത്വത്തിനെ വാദിക്കുകയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷം മറ്റൊരാൾക്ക് അത് ഉണ്ടാകാം എന്നോ വാദിച്ചാൽ അവൻ കാഫിറാണ്. അതിൽ യാതൊരു സംശയവും ഇല്ല. 3. വൽ അക്രമു ഇൻദല്ലാഹി തആല ഹുവ ഡാഷ് അൽ മുത്തഖി. ആൻസർ അൽ മുത്തഖി. അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും മാന്യൻ തഖ്വയുള്ളവനാണ്. 4. ദഇൽ അയ്യാമ തഫ്അലു ഡാഷ് വത്ബു നഫ്സൻ ഇദാ ഹകമ ഡാഷ്. ദഇൽ അയ്യാമ തഫ്അലു മാ തശാഉ വത്ബു നഫ്സൻ ഇദാ ഹകമ അൽ ഖലാഉ. നീ ഉദ്ദേശിച്ചത് ചെയ്യുന്ന ദിവസത്തെ നീ ഉപേക്ഷിക്കുക. നിനക്ക് വിധിയെത്തിയാൽ നീ മനസ്സമാധാനം കൊള്ളുകയും ചെയ്യുക. 5. ഇന്നല്ലദീ അംശാഹും അലാ അഖ്ദാമിഹിം ഖാദിറുൻ അലാ അൻ യംശിയഹും അലാ ഡാഷ് വുജൂഹ്. ആൻസർ വുജൂഹിഹിം. അലാ ഡാഷ് എന്നുള്ളടത്ത് അലാ അഖ്ദാമിഹിം, ഖാദിറുൻ അലാ അൻ യംശിയഹും അലാ ഡാഷ് എന്നുള്ളടത്ത് വുജൂഹിഹിം എന്നാണ് ആൻസറുകളുള്ളത്. നിശ്ചയം 2 കാലുകളിൽ നടത്താൻ കഴിവുള്ള ഒരുത്തൻ അവരെ മുഖത്തിൻ്റെ മേലിലും നടത്താൻ കഴിവുള്ളവനാണ്. 6. ഫഅലൽ മുഅ്മിനി ഡാഷ് ബിൽ ഖദരി ഡാഷ് അത്താമു ലില്ലാഹി തആല. ഖദർ കൊണ്ട് തൃപ്തിപ്പെടുകയും അള്ളാഹുവിന് പരിപൂർണമായ അനുസരണയും സത്യവിശ്വാസിയുടെ മേൽ നിർബന്ധമാണ്. 2ാമത്തെ ആക്ടിവിറ്റി ഉക്തുബിൽ ജവാബ ബി കലിമത്തിൻ വാഹിദ, ഒറ്റ കലിമത്തിൽ ഉത്തരം എഴുതുക. 1. മൻഷഉൽ അശ്രിബത്തി മാഹിയ ഡാഷ്. ആൻസർ അത്തുറാബു. കുടിപ്പാനീയത്തിൻ്റെ ഉത്ഭവസ്ഥാനം മണ്ണാണ്. 2. അസ്സഖിയു ബഈദുൻ അമ്മ. ആൻസർ മിനന്നാരി. ധർമ്മിഷ്ഠൻ എന്തിനെ തൊട്ട് വിദൂരത്താകും? മിനന്നാരി, നരകത്തെ തൊട്ട് വിദൂരത്താകും. 3. അൽ അക്കുലു ബിശ്ശിമാലി ഷിയമഹു മൻ. ഇടത് കൈ കൊണ്ട് തിന്നലും കുടിക്കലും ആരുടെ സ്വഭാവത്തിൽപ്പെട്ടതാണ്? ആൻസർ അശ്ശൈത്വാനി, ഷൈത്വാനിൻ്റെ സ്വഭാവത്തിൽപ്പെട്ടതാണ്. 4. മാദാ യഖൂലുൽ അംബിയാഉ ഇൻദ തുറബിഹിം അശ്ശഫാഅത. ആൻസർ മാ അനലഹ. അംബിയാക്കളോട് ഷഫാഅത്തിനെ തേടുന്ന അവസരത്തിൽ അവർ പറയും എന്ത്? ഷഫാഅത്തിന് വേണ്ടിങ്ങാണ്ട് എല്ലാ അംബിയാക്കളുടെ അടുത്തേക്കും ജനങ്ങൾ ചെന്നുങ്ങാണ്ട് പറയും. ആ സമയത്ത് അംബിയാക്കൾ എന്താണ് പറയുക? ആൻസർ മാ അനലഹ, ഞാൻ അതിന് അർഹനല്ല. 5. മനിൽ മുൻകിറൂന ലിൽ ഖദരി. ആൻസർ അൽ ഖദരിയത്തു.
ഖദറിനെ നിഷേധിക്കുന്നവരാണ് ഖദരിയ വിഭാഗം. മൂന്നാമത്തെ ആക്ടിവിറ്റി അജിബ്, ഉത്തരം എഴുതാം. 1. അയ്യദല്ലാഹു തആലൽ അംബിയാ വർ-റുസുല ബിമാ. അംബിയാക്കളെയും മുർസലുകളെയും അല്ലാഹു സുബ്ഹാനഹു തആല ശക്തിപ്പെടുത്തി എന്തുകൊണ്ട്? ആൻസർ ബി മുഅ്ജിസാത്തിൻ കസീറ, ധാരാളമായ മുഅ്ജിസത്തുകളെ കൊണ്ട്. 2. സിംഫാൻ മിൻ ഉമ്മത്തി ലൈസ ലഹുമാ ഫിൽ ഇസ്ലാമി നസീബുൻ മൻ ഹുമാ. 2 വിഭാഗം, എൻ്റെ സമുദായത്തിലെ 2 വിഭാഗം, ആ 2 വിഭാഗക്കാർക്കും ഇസ്ലാമിൽ യാതൊരു പങ്കുമില്ല. ആൻസർ അൽ മുർജിഅത്തു വൽ ഖദരിയത്തു, മുർജിഅക്കാരും ഖദരിയക്കാരുമാണ് അവർ. 3. കൈഫൽ ഖിസാസു ബൈനൽ ഖലായിഖി. സൃഷ്ടികൾക്കിടയിലുള്ള ഖിസാസ് എങ്ങനെയാണ്? ആൻസർ അൻ യഖുദല്ലാഹു ലിൽ മദ്ലൂമീന മിൻ ളാലിമിഹിം. അക്രമത്തിന് ഇരയായവർക്ക് അക്രമിയിൽ നിന്നും പിടിച്ചു കൊടുക്കലാണ്. 4. യശ്ഫഉ യൗമൽ ഖിയാമത്തി സലാസുൻ മൻഹും. അന്ത്യനാളിൽ 3 വിഭാഗക്കാർക്ക് എന്തുണ്ട്? ഷഫാഅത്തിന് അനുമതിയുണ്ട്. അവർ ആരൊക്കെയാണ്? ആൻസർ അൽ അംബിയാഉ, അംബിയാക്കളും, സുമ്മൽ ഉലമാഉ, പിന്നെ പണ്ഡിതന്മാരും, സുമ്മ ശുഹദാഉ, പിന്നെ ശുഹദാവുമാണ്, രക്തസാക്ഷികളുമാണ്. 5. വമൻ അത്വഅ അല്ലാഹ ഫി അംരിഹി വനഹീഹി ഫമാദാ യഹ്സുലു ലഹു. ഒരാൾ അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് വഴിപ്പെടുകയും അവൻ്റെ വിരോധനകളെ വെടിയുകയും ചെയ്താൽ അവൻ കരസ്ഥമാക്കും എന്ത്? ആൻസർ റിളല്ലാ, അള്ളാഹുവിൻ്റെ തൃപ്തിയും വസവാബഹു, അതിൻ്റെ പ്രതിഫലവും അവൻ കരസ്ഥമാക്കും. 4ാമത്തെ ആക്ടിവിറ്റി തമ്മമിൽ ഫറാഗ, വിട്ടഭാഗം പൂരിപ്പിക്കുക. 1. ഇന്നല്ലാഹ വമലായികത്തുഹു യുസല്ലൂന അലൻ നബിയ്യി ഡാഷ് തസ്ലീമ. ആൻസർ യാ അയ്യുഹല്ലദീന ആമനു സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. തീർച്ചയായും അള്ളാഹുവും മലക്കുകളും നബി തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നു. സത്യവിശ്വാസികളെ നിങ്ങളും എന്തു ചെയ്യുക? നബി തങ്ങളുടെ മേൽ സ്വലാത്തും സലാമും ചൊല്ലുക. 2. വമൻ അറാദൽ ഇസ്സ ഫിദ്ദുനിയ ഡാഷ് ബിത്തഖ്വല്ലാ. ആൻസർ വദ്ദീനി വൽ ബറകത ഫിൽ അമലി വദ്ദിസ്ഖി ഫഅലൈഹി ബിത്തഖ്വല്ലാ. ഒരാൾ ദുനിയാവിലും ദീനിലും പ്രതാപവും ജോലിയിലും ഭക്ഷണത്തിലും ബറക്കത്തും ഉദ്ദേശിച്ചാൽ അവൻ തഖ്വ നിർബന്ധമാക്കിക്കൊള്ളട്ടെ. 3. ബിഹസ്ബി ഇംറിഇൻ മിൻ ഷർരിൻ ഡാഷ് ഹറാമുൻ ദമുഹു വമാലുഹു വഇർളുഹു. ആൻസർ അൻ യഹ്ഖിറ അഖാഹുൽ മുസ്ലിമ കുല്ലുൽ മുസ്ലിമി അലാ മുസ്ലിമിൻ അലൽ മുസ്ലിമിൻ. ഒരാൾ തൻ്റെ മുസ്ലിമായ സഹോദരനെ നിന്ദിക്കുന്നത് തിന്മയിൽ അവന് മതിയാകുന്നതാണ്. എല്ലാ മുസ്ലിമിനും തൻ്റെ മുസ്ലിമിൻ്റെ മേൽ അവൻ്റെ രക്തവും സമ്പത്തും അഭിമാനവും നിഷിദ്ധമാണ്. 5. തർജീം, പരിഭാഷപ്പെടുത്താം. ഹൈസുമാ കുന്തും ഫസല്ലു അലൈഹി ഫഇന്ന സലാത്തക്കും തബ്ലുഗ്നി. നിങ്ങൾ എവിടെയായിരുന്നാലും എൻ്റെ മേൽ സലാത്ത് ചൊല്ലുക, നിശ്ചയം നിങ്ങളുടെ സലാത്ത് എൻ്റെ അടുക്കൽ എത്തുന്നതാണ്. 2. ലാ യജ്തമഉ ശുഹ്ഹു വൽ ഈമാനു ഫി ഖൽബി അബ്ദിൻ അബദ. ഒരു അടിമയുടെയും ഹൃദയത്തിൽ ഒരിക്കലും ഈമാനും പിശുക്കും ഒരുമിച്ച് കൂടുകയില്ല. 3. അൽ മർഉ അലാ ദീനി ഖലീലിഹി ഫൽയൻദുർ അഹദുക്കും മൻ യുഖാലിലു. അർത്ഥം, മനുഷ്യൻ തൻ്റെ കൂട്ടുകാരൻ്റെ മതത്തിലാകുന്നു, അതിനാൽ നിങ്ങളിൽ ഓരോരുത്തരും ആരോടാണ് സഹവസിക്കേണ്ടതെന്ന് നോക്കട്ടെ. 6ാമത്തെ ആക്ടിവിറ്റി ബയ്യിൻ, വിശദീകരിക്കാം. മുഅ്ജിസത്തു മൂസ അലൈഹിസ്സലാം അസ മൂസ അലൈഹിസ്സലാം ഇദാ അൽഖാഹ. ആൻസർ ഇദാ അൽഖാഹ സാറത്ത് ഹയ്യത്തുൻ അലീമത്തുൻ വൈദ അഖദഹ സ്വാറത്ത് അസൻ ലാ ഹയ്യത്തൻ. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മുഅ്ജിസത്ത് വടിയാണ്. മൂസ നബിൻ്റെ കയ്യിലുണ്ടായിരുന്ന വടിയെ, ആ വടിയെ നിലത്തിട്ടാൽ അത് വലിയ പാമ്പാവുകയും അതിന് പിടിക്കപ്പെട്ടാൽ സാധാരണ പോലെ തന്നെ വടിയാവുകയും പാമ്പല്ലാതെ ആയിത്തീരുകയും ചെയ്യും. 2. അത്തഖ്വ ഇംതിസാലുൽ അവാമിരില്ലാഹി തആല വജ്തിനാബു നവാഹിഹി. അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കലും അവൻ വിരോധിച്ച കാര്യങ്ങൾ വെടിയലുമാണ്. 3. അൽ ഹിസാബുൽ യസീർ. ആൻസർ ഫഹുവ ഇർളുൽ അഅ്മാലി അലൽ മുഅ്മിനി ഫയഖിറു ബിഹാ വയഗ്ഫിറുല്ലാഹു ലഹു. ലളിതമായ ഹിസാബ് മുഅ്മിനിൻ്റെ മേലിൽ അവൻ്റെ അമലുകൾ വെളിവാക്കലാകുന്നു, അപ്പോൾ അവൻ അത് സമ്മതിക്കലും
അള്ളാഹുവിന് പൊരുത്തപ്പെട്ടു കൊടുക്കലുമാണ്. ഏഴാമത്തെ ആക്ടിവിറ്റി ഉക്തുബിൽ മഅന, അർത്ഥം എഴുതാം. സഹ്റത്തുൻ പാറ, ഷുഹുൻ പിശുക്ക്, അറഖുൻ വിയർപ്പ്, ജാരിയത്തുൻ അടിമ, ബുവൈലത്തുൻ അണ്ഡം, ഖരീനുൻ ചങ്ങാതി, ഇമാതത്തുൻ നീക്കൽ, സ്വഈദുൻ നിരപ്പായ സ്ഥലം, തസ്വദ്ദിൻ നേരിടൽ. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ ചാനലാണ് റാസി വിഷൻസ്. ഇതിനോടകം തന്നെ 1000-ഓളം വീഡിയോകൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാം നിങ്ങളുടെ ഉന്നത വിജയത്തിന് മുതൽക്കൂട്ടാവും എന്ന് പ്രതീക്ഷിക്കുകയാണ്. നിങ്ങളുടെ പരീക്ഷകളിൽ ഉന്നത വിജയം നാഥൻ പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.